ശ്രീ റോജി എം ജോൺ, ഇന്നിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ ബജറ്റിന്റെ ഭാഗമായി അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ തിരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു ബജറ്റ് എന്ന ആംഗിളിൽ നോക്കുകയാണെങ്കിൽ എല്ലാ മേഖലയും പരാമർശിച്ചിട്ടുണ്ട്. പക്ഷേ അതൊരു യാഥാർത്ഥ്യബോധമുള്ള ബജറ്റ്, കേരളത്തിന്റെ ഭാവി വികസനത്തിന് അടിസ്ഥാനമൂന്നുന്ന ബജറ്റ്, ഇപ്പോൾ റോഡ് വികസനം ഉൾപ്പെടെ അതിവേഗ റെയിൽപാതയ്ക്ക് ഉൾപ്പെടെ പണം വകയിരുത്തിക്കൊണ്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് പ്രാധാന്യം നൽകുന്ന ബജറ്റ്, അതേസമയം ക്ഷേമകാര്യങ്ങളിലുമൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് പരിപൂർണമായി ഇത് നടക്കാത്ത പ്രഖ്യാപനങ്ങളാണ് എന്ന സ്റ്റാൻഡിലേക്ക് പ്രതിപക്ഷം എത്തുന്നത്? നടപ്പാക്കാൻ കഴിയുന്ന ബജറ്റ് അത് UDF സർക്കാർ വന്നാൽ ഞങ്ങൾ അപ്പോൾ അവതരിപ്പിക്കുമെന്ന ആത്മവിശ്വാസം എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്? ഇതൊരു സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ പൊതുസ്ഥിതി വ്യക്തമാക്കുന്നതും അല്പം ദൂരക്കാഴ്ചയുള്ള ബജറ്റാണ് എന്ന ഭാഗത്തോടുള്ള പ്രതികരണം എന്താണ്? അല്ല, ഈ ബഡ്ജറ്റ് സാങ്കേതികമായിട്ടുള്ള ഒരു ഭരണഘടനാ ബാധ്യത മാത്രമാണ്. ഈ ബഡ്ജറ്റിന് അതിനപ്പുറത്തേക്കുള്ള യാതൊരു പ്രസക്തിയുമില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. കാരണം അടുത്ത മാസം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഏപ്രിൽ മാസം അവസാനത്തോടുകൂടി അല്ലെങ്കിൽ മെയ് ആദ്യത്തോടുകൂടി പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വരും. ആ പുതിയ ഗവൺമെൻറ് അടുത്ത ബഡ്ജറ്റ് ഈ വരുന്ന സാമ്പത്തിക വർഷത്തേക്കുള്ള വിശദമായിട്ടുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കും. ആ ബഡ്ജറ്റിനായിരിക്കും കൃത്യമായിട്ടുള്ള സാധുതയുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഇത് സാങ്കേതികമായിട്ടുള്ള ഒരു ഭരണഘടനാ ബാധ്യത മാത്രമാണ്. ഇവിടെ നമ്മൾ കാണേണ്ടുന്നത് അതിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കുറേ അധികം പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുകയാണ്. ഈ പ്രഖ്യാപനങ്ങളൊക്കെ എത്രത്തോളം നടപ്പിലാകും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. ഇവിടെ പറഞ്ഞുവല്ലോ, നമുക്ക് ഈ ബഡ്ജറ്റിൽ വന്ന പ്രഖ്യാപനങ്ങൾ പോട്ടെ, ഇതിന് മുൻപുള്ള ബഡ്ജറ്റിൽ നടത്തിയ പ്രഖ്യാപനങ്ങൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാനായിട്ട് ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല. ഞാൻ എല്ലാ ബഡ്ജറ്റിലും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാക്കി മാറ്റുമെന്ന്. എല്ലാ ബഡ്ജറ്റിലും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ KN ബാലഗോപാൽ തന്നെ പ്രഖ്യാപിച്ച കാര്യമാണ്. എവിടെയാണ് ഹബ്ബായത്? നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾ മുഴുവൻ കേരളം വിട്ട് വിദേശ നാടുകളിലേക്ക് ലക്ഷക്കണക്കിന് രൂപ വായ്പ എടുത്ത് കടപ്പാടം പണയം വെച്ച് വായ്പ എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പറഞ്ഞു, കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞു ഇവിടെ റോബോട്ടിക് ഹബ്ബാക്കും എന്ന് പറഞ്ഞു. നമ്മൾ എവിടെ റോബോട്ടിക് ഹബ്ബായി മാറി? എൻ്റെ കയ്യിൽ കഴിഞ്ഞ ബഡ്ജറ്റിലും അല്ല കേട്ടോ, കഴിഞ്ഞതിന് മുമ്പിലത്തെ ബഡ്ജറ്റിൽ, ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്ന ആളായതുകൊണ്ട് പറയുകയാണ്, കഴിഞ്ഞതിന് മുമ്പിലത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ഒരു കാര്യമാണ് മറൈൻ ഡ്രൈവിൽ വാണിജ്യ ഭവന സമുച്ചയം. അതായത് 3,59,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ വാണിജ്യ സമുച്ചയവും 35 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള റെസിഡൻഷ്യൽ കോംപ്ലക്സും 19 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള പാർക്കിംഗ് സൗകര്യം ഉൾപ്പെടുത്തി 2,150 കോടി രൂപ ചെലവിൽ അന്താരാഷ്ട്ര വാണിജ്യ ഭവന സമുച്ചയം മറൈൻ ഡ്രൈവിൽ നിർമ്മിക്കുമെന്ന് പറഞ്ഞത് 2023 ബഡ്ജറ്റിൽ പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ അവിടെ എന്നിട്ട് ഈ ലക്ഷക്കണക്കിന് ചതുരശ്ര അടിയുടെയൊക്കെ കണക്ക് പറഞ്ഞിട്ട് ഒരു കല്ല് പോലും അവിടെ എടുത്ത് വയ്ക്കാനോ അവിടെ അതിനെ സംബന്ധിച്ചുള്ള ഒരു പ്രാഥമിക പ്രവർത്തനങ്ങൾ പോലും ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ ശ്രീ KN ബാലഗോപാൽ ഒരു ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. മരച്ചീനിയിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഏർപ്പെടുത്തും, അതിനുവേണ്ടി തുക വകയിരുത്തുന്നു. ഇങ്ങനെ കുറേ പ്രഖ്യാപനങ്ങൾ നടത്തിപ്പോയി. ഈ ബഡ്ജറ്റിൽ ഇത് പോട്ടെ, ഇതിന് മുമ്പത്തെ ബഡ്ജറ്റിൽ നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ പോലും നടപ്പിലാക്കാൻ സാധിക്കാത്ത ഒരു സർക്കാരാണ്. ഇത് കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ജനങ്ങൾ കൃത്യമായ വിധിയെഴുത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഒക്കെ നടത്തിയിരിക്കുന്നതും നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുന്നതുമൊക്കെ. ഇപ്പോൾ ഇവിടെ നേരത്തെ എൻ്റെ സ്നേഹിതനോട് സൂചിപ്പിക്കുകയുണ്ടായി, CPM പ്രതിനിധി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഞാൻ ചർച്ചയിൽ വൈകിയാണ് വന്നത്, ഞാൻ കേട്ടതാണ്. അതായത് ആശാ വർക്കർമാർക്കും അംഗനവാടിക്കാർക്കും ഒക്കെ ഓണറേറിയം വർദ്ധിപ്പിച്ചുവെന്ന്. ഇത് ഒന്ന് അടുത്ത് വരുന്ന സർക്കാരിൻ്റെയാണ് ഇതിൻ്റെ ബാധ്യത. 2, ആശാ വർക്കർമാരുടെയും അംഗനവാടിക്കാരുടെയും ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിച്ചാൽ പോലും ഇവിടെ ജയിൽ പുള്ളികൾക്ക് കൊടുക്കുന്ന ശമ്പളത്തിൻ്റെ അത്രയും ആവില്ല. അപ്പോൾ ഈ സർക്കാരിൻ്റെ മുൻഗണന ജയിലിൽ കിടക്കുന്ന കൊടും കുറ്റവാളികളോടാണോ അതോ ഈ നാട്ടിലെ സമരം ചെയ്യുന്ന അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കുന്ന ലോകത്തുള്ള മുഴുവൻ പണിയെടുക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന ആശാ വർക്കർമാരോടും അംഗനവാടി പ്രവർത്തകരോടുമാണോ എന്നുള്ളത് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം, ഈ സർക്കാരിൻ്റെ 10 വർഷത്തെ പരാജയങ്ങളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഞങ്ങൾക്കിതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ഇനി ഞങ്ങൾ വീണ്ടും വന്നാൽ ഞങ്ങൾ ചെയ്യും എന്നുള്ള രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമാണ് ഇവിടെ നടത്തിയത്. നമ്മൾ കാണേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സർക്കാരിൻ്റെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ വിലയിരുത്തുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ഇത്ര വലിയ സാമ്പത്തിക ദുരന്തത്തിലേക്ക് അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു സാമ്പത്തിക അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിട്ട ഒരു ഗവൺമെൻറ്റാണിത്. നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, നമ്മുടെ ഫിസ്ക്കൽ മാനേജ്മെൻറ്റ് അമ്പേ പാളി എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. കേരളം കടക്കണിയിൽ നിന്നും കടക്കണിയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ പറയുന്നതല്ല, ഞങ്ങൾ ആദ്യം പറഞ്ഞിരുന്നു, ഞങ്ങൾ UDF ഒരു ധവളപത്രം 2020 പുറപ്പെടുവിച്ചിരുന്നു. അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു ഈ സർക്കാരിൻ്റെ കാലാവധി കഴിയുമ്പോഴേക്കും കേരളത്തിൻ്റെ മൊത്തം കടം ഏകദേശം 6 ലക്ഷം കോടിയായി വരും എന്ന് ഞങ്ങൾ പറഞ്ഞത് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കുകയാണ്. ഇപ്പോൾ CAG കഴിഞ്ഞ 2025 കണക്കനുസരിച്ച് CAG പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ 4 ലക്ഷം കോടിയുടെ കടമായി. ഇപ്പോൾ ഈ വർഷം അവസാനമാകുമ്പോഴത്തേക്കും കൂടെ അത് 6 ലക്ഷം കോടിയാവും. സർക്കാർ ജീവനക്കാർക്കും കരാറുകാർക്കും പെൻഷൻകാർക്കും മറ്റ് കുടിശ്ശിക എല്ലാം കൂടെ കൊടുക്കാനുള്ളത് കൂട്ടിയാൽ അത് ഏതാണ്ട് 1.25 ലക്ഷം കോടിയിലധികം വരും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ
6 ലക്ഷം കോടിയിലേക്ക് സംസ്ഥാനത്തിൻ്റെ കടമെത്തുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇനി നമ്മൾ വിചാരിക്കും നമ്മൾ ഈ കടമെല്ലാം എടുത്തു കൂട്ടിയിട്ട് സംസ്ഥാന സർക്കാർ ഈ കടമെല്ലാം എടുത്തു കൂട്ടിയിട്ട് ഇവിടെ പാവപ്പെട്ടവർക്ക് വേണ്ടി വിനിയോഗിക്കുകയാണ് എന്ന് നമ്മൾ വിചാരിച്ചേക്കാം. പക്ഷേ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ കാണേണ്ടുന്ന കാര്യം ഇവരുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ CAG-യുടെ റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് ഈ കടമെടുക്കുന്ന തുകയുടെ 5.18% മാത്രമാണ് വികസന പദ്ധതികൾക്കായിട്ട് വിനിയോഗിക്കപ്പെടുന്നത് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതല്ല. CAG കേരള നിയമസഭയിൽ വെച്ച കണക്കിൽ കൃത്യമായി പറയുകയാണ്. അതുപോലെ തന്നെ നീതി ആയോഗിൻ്റെ റിപ്പോർട്ടുണ്ട്. നീതി ആയോഗിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ്? അവർ സംസ്ഥാനങ്ങളുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട 18 സംസ്ഥാനങ്ങൾ എന്ന് വെച്ചാൽ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുമ്പിൽ നിൽക്കുന്ന 18 സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി പരിശോധിച്ചിട്ട് പറയുകയാണ്. അവർ ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സ് പുറപ്പെടുവിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സംസ്ഥാനം 18 സംസ്ഥാനങ്ങളുടെ ഇടയിൽ നമ്മൾ 15-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ അത്ര അധികമായി സംസ്ഥാനത്തിൻ്റെ ഖജനാവ് കൊള്ളയടിക്കുകയോ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി താറുമാറാക്കി നമ്മളെ കടക്കണിയിൽ നിന്നും കടക്കണിയിലേക്ക് തള്ളിവിട്ടിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് പറഞ്ഞു ഞങ്ങൾ 2500 രൂപ പെൻഷനാക്കുമെന്ന് പറഞ്ഞല്ല അധികാരത്തിൽ വന്നത്. 2500 പെൻഷനാക്കുമെന്ന് പറഞ്ഞു വെച്ചിട്ട് 4.25 കൊല്ലം ആ 1600 രൂപ തന്നെ പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്നു. എന്നിട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് അവർ 400 രൂപ വർദ്ധിപ്പിച്ച് അത് 2000 രൂപ പെൻഷനാക്കി. അപ്പോഴും 2500 ആയിട്ടില്ല കേട്ടോ. എന്നിട്ട് അത് കണ്ടുകൊണ്ട് ജനങ്ങളെല്ലാം വോട്ട് ചെയ്യും. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിക്കാമെന്നാണ് വിചാരിച്ചത്. കേരളത്തിലെ ജനങ്ങളെ അങ്ങനെ മണ്ടന്മാരായി കാണലിലെ CPM അല്ലെങ്കിൽ ഇടതുപക്ഷം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിലെ ജനങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവർ 2000 ആക്കി കൂട്ടിയിട്ട് ജനങ്ങൾ ഇതെല്ലാം കാണുകയല്ലേ. അപ്പോൾ അതുപോലെ തന്നെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പ്രഖ്യാപനങ്ങളും ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടിട്ടുള്ള ശ്രീ KN ബാലഗോപാലിൻ്റെയും CPM-ൻ്റെയും ചില ചെപ്പടി വിദ്യകൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി വിവേകം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ആ ജനങ്ങളുടെ വിവേകത്തിലും ജനങ്ങളുടെ ബുദ്ധിയിലും ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തിലും പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കേരളത്തിൽ അടുത്ത ബഡ്ജറ്റ് അതായത് അടുത്ത സർക്കാർ മെയ് മാസത്തിൽ വരും. ഞങ്ങൾ ജൂൺ മാസത്തിൽ ഈ സാമ്പത്തിക വർഷത്തിലേക്കുള്ള വിശദമായ ബഡ്ജറ്റ് UDF അവതരിപ്പിക്കുമെന്ന് ഞങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ്.